Hello students, MBA കോഴ്സിന്റെ ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് എന്ന പേപ്പറിന്റെ യൂണിറ്റ് 1 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഈ ഒരു പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. സോ ആ ഒരു വീഡിയോയിൽ ഓരോ യൂണിറ്റ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹോപ്പ് യു ഹാവ് വാച്ച് ദാറ്റ് വീഡിയോ. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 1 ആണ്. സോ യൂണിറ്റ് 1 കമ്മിങ് അണ്ടർ ബ്ലോക്ക് 1. യൂണിറ്റ് 1 എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് ആൻഡ് ഓവർവ്യൂ. സോ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഹ്യൂമൻ റിസോഴ്സസിന്റെ ഒരു ഓവർവ്യൂ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗൻ വിത്ത് ദിസ് ചാപ്റ്റർ. സോ അതിനു മുമ്പേ ലെറ്റ് മീ അണ്ടർസ്റ്റാൻഡ് യു അബൌട്ട് എ സ്ട്രക്ചർ ഓഫ് ദിസ് പേപ്പർ. ഈ ഒരു പേപ്പറിന്റെ ഒരു ചെറിയൊരു സ്ട്രക്ചർ ഞാൻ ബ്രീഫ് ആയിട്ട് ഞാൻ പറയാം. സോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കാൻ പോകുന്നത് ഒരു HRD എന്താണ്, വാട്ട് ഈസ് HRD, എന്താണ് HRD, അത് ഓർഗനൈസേഷനിൽ ഏത് രീതിയിൽ ഗുണങ്ങൾ ചെയ്യും, എന്തൊക്കെയാണ് HRDന്റെ ബേസിക് കൺസെപ്റ്റ്സ്, അതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ മെക്കാനിസം ആണ്. എങ്ങനെയാണ് ഈ ഒരു HRD നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക, ഓർഗനൈസേഷനിലേക്ക് നമ്മൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുക ഫോർ ദ സക്സസ്ഫുൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് HRD. ഒരു നല്ലൊരു സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ HRD ഇംപ്ലിമെന്റ് ചെയ്യാൻ ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടുത്തത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഇഷ്യൂസും ചാലഞ്ചസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. സോ അതൊക്കെ എന്തൊക്കെയാണ് ആ ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യാനുള്ള ഒരു ഫേസ് ചെയ്യാനുള്ള എന്തൊക്കെയാ ചാലഞ്ചസ് ഫേസ് ചെയ്യുക, ആ ചാലഞ്ചസ് എങ്ങനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുക, എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ അടുത്തതും പഠിക്കാൻ പോകുന്നത്. പിന്നുള്ളത് ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ HRD. ഏറ്റവും ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, ഒരുപാട് HRD ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. കോച്ചിങ് ഉണ്ട്, മെന്ററിങ് ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണ് അത് നമ്മൾ പഠിക്കാൻ പോകാം. ഓക്കെ, അടുത്തത് പ്രെഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ ഓഫ് HRD. ഈ HRD ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ഇപ്പൊ ടെക്നോളജി ആയിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സ് പോലുള്ള ചാറ്റ് ബോട്ട്സ് പോലുള്ള ഒരുപാട് ടെക്നോളജി ത്രൂ ദാറ്റ് വി ക്യാൻ ഏബിൾ ടു ഇംപ്ലിമെന്റ് HRD. സോ ഫോർ എക്സാമ്പിൾ ഇന്ന് ചാറ്റ് ബോട്ട്സ് കൊണ്ട് നമുക്ക് ഒരാൾ ട്രെയിൻ ചെയ്യിപ്പിക്കുക, എംപ്ലോയീസിനെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുക. അതിനുവേണ്ടി ഒരു ട്രെയിനറിനെ വേണ്ടി നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന ആവശ്യമില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ട്സ് പോലുള്ള ചില ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് അത് ഒരു എംപ്ലോയീസ് നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കുക. സോ അത് ഫ്യൂച്ചറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാൻ പോവാണ്, ഫ്യൂച്ചറിൽ ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുക, സോ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ പ്രെഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ ഓഫ് HRD പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അടുത്തത് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ഓവർവ്യൂ ആണ്. എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പറഞ്ഞു വെച്ചാൽ, സോ ഇൻട്രൊഡക്ഷൻ ആണ്. HRDന്റെ ഇൻട്രൊഡക്ഷൻ എന്താണ്, മീനിങ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇവല്യൂഷൻ എന്താണ്, എങ്ങനെയാണ് HRD ഉണ്ടായത്, HRD മെക്കാനിസംസ്, മെത്തേഡ്സ് എന്തൊക്കെയാണ്, ചാലഞ്ചസ്, ഇഷ്യൂസും, പിന്നെ ടോപ്പ് മാനേജ്മെന്റ്സ് റോൾ എന്താണ്, ഏറ്റവും CEO പോലെയുള്ള അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടർ പോലുള്ള ആൾക്കാരുടെ ഈ HRD ഇംപ്ലിമെന്റ് ചെയ്യുന്ന അവരുടെ റോൾ എന്തൊക്കെയാണ്, അവരെ എങ്ങനെ നമ്മൾ സഹായിക്കും, അത് കുറച്ച് പഠിക്കാൻ പോകണം. ഈ ഒരു ടോപ്പ് ലെവൽ ഓഫ് റോൾ ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഇൻ HRD. Now let's understand about the introduction about the HRD. So HRD is actually a foundation of organization growth and success. Okay, ഒരു ഓർഗനൈസേഷൻ സക്സസ് ആവണമെങ്കിൽ അതിന്റെ HRD മെക്കാനിസം അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. ഓക്കെ, സോ ഇന്ന് നമ്മുടെ HRD മെക്കാനിസം ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻസ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ നമ്മുടെ ഓർഗനൈസേഷനിൽ ഗോൾ അച്ചീവ് ചെയ്യുക? ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ എന്റെ സെയിൽസ് 30% ആയിട്ട് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, സോ ഞാൻ എന്താ ചെയ്യുക, എന്റെ എംപ്ലോയീസിന്റെ അതിനു വേണ്ടിയുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാക്കി കൊടുക്കുക. സോ ദാറ്റ് ഇപ്പൊ ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ അവരെ പ്രോപ്പർ ആയിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുക. എങ്ങനെയാണ് ഓർഗനൈസേഷനിൽ ഒരു കമ്പനിയിലേക്ക് സെയിൽസ് കൊണ്ടുവരിക? ഓട്ടോമാറ്റിക്കലി എന്റെ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ എന്റെ 30% സെയിൽസ് ഇൻക്രീസ് ആവും. കാരണം ഞാൻ അവരെ ആ രീതിയിൽ ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. എന്റെ പ്രൊഡക്ഷൻ സെന്ററിൽ വേസ്റ്റേജ് കൂടി വരികയാണ്. അപ്പൊ എനിക്ക് വേസ്റ്റേജ് കുറയ്ക്കണം.
സോ ഞാൻ എന്ത് ചെയ്യും, ഒരു ട്രെയിനറിനെ എന്റെ എംപ്ലോയീസിനെ ഏൽപ്പിക്കും. ഓക്കെ, ആ ട്രെയിനർ ആണ് ആ എംപ്ലോയീസിനെ നല്ല രീതിയിൽ എങ്ങനെയാണ് വേസ്റ്റേജ് കുറയ്ക്കുക, പ്രൊഡക്ഷൻ ടൈമിൽ എങ്ങനെയാണ് വേസ്റ്റേജ് കുറയ്ക്കുക, അതിനുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സ് എങ്ങനെയാണ്. ഓട്ടോമാറ്റിക്കലി എന്റെ എംപ്ലോയീസ് ആ ഒരു ടെക്നിക്സ് പഠിച്ചിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി എനിക്ക് എന്റെ ഓർഗനൈസേഷൻ ഗോളിനെ അച്ചീവ് ചെയ്യാൻ സഹായിക്കും. അതാണ് ഈ ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം. സോ അത് ആ ഒരു മെക്കാനിസം ഉപയോഗിച്ചിട്ട് എനിക്ക് എന്റെ ഓർഗനൈസേഷൻ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ കഴിയും. ഓക്കെ, പിന്നെ ഇന്ന് മാർക്കറ്റ് ട്രെൻഡ്സും പിന്നെ ടെക്നോളജീസും ഒക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചേഞ്ചിൽ നമ്മുടെ എംപ്ലോയീസും കൂടി ആ ഒരു ചേഞ്ചിൽ ഇൻവോൾവ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഔട്ട്ഡേറ്റഡ് ആയി പോകും. നമ്മുടെ എംപ്ലോയീസ് ഔട്ട്ഡേറ്റ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ ഗ്രോ ആവില്ല. സോ ആ ഒരു ചേഞ്ച് പ്രോസസ്സിൽ എന്റെ എംപ്ലോയീസും കൂടെ ആ ഒരു ചേഞ്ചിൽ ഉൾപ്പെടുത്തിയിട്ടോടെ എന്റെ ഓർഗനൈസേഷനിൽ സക്സസിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കും. ഓക്കെ, കാരണം ഇപ്പൊ ഒരുപാട് ഇന്നോവേഷൻ അതേപോലെ ടെക്നോളജി ആയിട്ട് ഒരുപാട് ചേഞ്ചസുകൾ വന്നിട്ടുണ്ട്. ആ ടെക്നോളജി ചേഞ്ചസ് എന്റെ എംപ്ലോയീസ് കൂടി അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയുള്ള ട്രെയിനിങ്സും ഡെവലപ്മെന്റ്സും ഒക്കെ എന്റെ എംപ്ലോയീസ് കൊടുത്തു കഴിഞ്ഞാൽ സോ ഐ ക്യാൻ ഏബിൾ ടു മേക്ക് മൈ ഓർഗനൈസേഷൻ സക്സസ്ഫുൾ. Now let's understand the meaning of HRD. ഓക്കെ, സോ വളരെ ഭംഗിയായിട്ട് ഒരു വളരെ ഫേമസ് ആയിട്ട് ഒരു HRD സ്പെഷ്യലിസ്റ്റ്, അമേരിക്കനിൽ ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഒരു HRD സ്പെഷ്യലിസ്റ്റ് ആണ് ലിയോണാർഡ് ലാൻഡർ എന്ന് പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ലൈക്ക് HRD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദോസ് ലേണിംഗ് എക്സ്പീരിയൻസ് വിച്ച് ആർ ഓർഗനൈസ്ഡ് ഫോർ എ സ്പെസിഫിക് ടൈം and designed to bring about the possibility of the behavior change. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആ നമ്മൾ കൊടുത്ത ട്രെയിനിങ്ങും കൊടുത്ത ഇംപ്രൂവ്മെന്റ്സും ഡെവലപ്മെന്റ്സ് ഈ പറഞ്ഞ അവരുടെ ബിഹേവിയറിലെ ചേഞ്ചസ് കൂടി വരുത്തും. ഓക്കെ, സോ നമ്മൾ സപ്പോസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഒരു സെയിൽസ് പേഴ്സൺ എങ്ങനെയാണ് ഒരു കസ്റ്റമറായിട്ട് ഡീൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, സോ വളരെ പൊളൈറ്റ് ആയിട്ട് വളരെ ഡീസന്റ് ആയിട്ട് ആ കസ്റ്റമറിന്റെ റിക്വയർമെന്റ്സ് മനസ്സിലാക്കി അവരുടെ എന്താണ് റിക്വയർമെന്റ് അത് നല്ലൊരു പൊളൈറ്റ് രീതിയിൽ മനസ്സിലാക്കി. സോ ഈ ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷണൽ മാത്രമല്ല ഈ പറഞ്ഞ വ്യക്തിയുടെ ബിഹേവിയറും കൂടി ചേഞ്ച് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാനൊരു എംപ്ലോയീസിനെ ഇപ്പൊ ഒരു റെസ്റ്റോറന്റിൽ ഒരു വെയിറ്റർ ആണ് വിചാരിക്കുക. ആ വെയിറ്റർ സ്വാഭാവികം കസ്റ്റമറോട് എങ്ങനെ പെരുമാറുക. സോ നമ്മൾ ആ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഫഷണലിന് വേണ്ടി മാത്രമല്ല അദ്ദേഹത്തിന്റെ ആ ബിഹേവിയറിൽ കൂടി ആ ചേഞ്ചസ് വരും. നല്ല രീതിയിൽ പെരുമാറും, സംസാരിക്കാനോ. ഇപ്പൊ ഞാനൊരു എയർ ഹോസ്റ്റസിന് ട്രെയിനിങ് കൊടുക്കുകയാണ്. ഓക്കെ, കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ പെരുമാറാനും പിന്നെ അതേപോലെ തന്നെ നല്ല രീതിയിൽ ഗ്രൂം ആവാനും ഇതിനെ കുറിച്ച് ട്രെയിനിങ് കൊടുക്കും. സോ സ്വാഭാവികം ആ ഒരു ബിഹേവിയർ ആ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എംപ്ലോയീസിന്റെ ബിഹേവിയറിൽ കൂടി ആ ചേഞ്ചസ് വരുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അടുത്തത് പ്രൊഫസർ TV റാവ് ആണ്. ഇദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ HRD സ്പെഷ്യലിസ്റ്റ് ആണ്. ഇദ്ദേഹം IIMs പോലെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫാക്കൽറ്റി മെമ്പേഴ്സ് കൂടിയാണ്. സോ ഇദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ആക്ച്വലി HRD എന്ന് പറഞ്ഞ പ്രോസസ് എന്ന് പറഞ്ഞാൽ ബൈ വിച്ച് എംപ്ലോയീസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആർ ഹെൽപ്ഡ് ഇൻ എ കണ്ടിന്യൂസ് ആൻഡ് പ്ലാൻ വേ. ഒരു പ്രോപ്പർ പ്ലാൻ വേയിലാണ് ഈ എംപ്ലോയീസ് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, എന്തുകൊണ്ട് there is a different ways are there to acquire and sharpen the capabilities. Okay, അവരുടെ capabilitiesഉം അവരുടെ സ്കിൽസും നോളജ് ഒന്ന് ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു വെപ്പൻസ് നമ്മൾ ഷാർപ്പ് ചെയ്യുന്നത്, നമ്മുടെ നൈഫ് ഒക്കെ എങ്ങനെ ഷാർപ്പ് ചെയ്യുന്നത്, സോ ദാറ്റ് ഇറ്റ് വിൽ ബി കട്ട് പ്രോപ്പർലി. ആ ഒരു പ്രോസസ് ചെയ്യാൻ വളരെ ഹെൽപ്പ് ആയിരിക്കും. സോ അതേമാതിരി തന്നെ നമ്മുടെ എംപ്ലോയീസിന്റെ കാപ്പബിലിറ്റി ഷാർപ്പൻ ചെയ്യാനും പിന്നെ അവരുടെ ഓരോ ഇൻഡിവിജ്വലിന്റെ ഇന്നർ പൊട്ടൻഷ്യൽ ഉണ്ടാവും അത് കണ്ടുപിടിക്കാനും പിന്നെ അത് ഓർഗനൈസേഷന്റെ യൂസിന് വേണ്ടി അത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ അതിനു വേണ്ടിയാണ് ഈ HRD പ്രോസസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, സോ അത് ഈ പറഞ്ഞ എംപ്ലോയീസിന്റെ സ്കിൽസും നോളജ് ഷാർപ്പൻ ചെയ്ത് അവരുടെ ഉള്ളിലൂടെ കിടക്കുന്നത് ചില കാപ്പബിലിറ്റീസ് ഉണ്ടാവും. വി ക്യാൻ ഏബിൾ ടു ടേക്ക് ദാറ്റ് ഇന്നർ കാപ്പബിലിറ്റീസ് ആൻഡ് വി ക്യാൻ യൂസ് ദിസ് പർട്ടിക്കുലർ skills and knowledge for the success of the organization. Organization operations ne vendi organizations ne work ne vendi ee paranja knowledge and skills employees and knowledge and skills we can able to use for the successful implementations of the organization operations. Okay,
അടുത്തൊരു MM ഖാൻ പറഞ്ഞിട്ടൊരു വളരെ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഒരു HR പേഴ്സൺ ആണ്. According to him, HRD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's across increasing the knowledge, capabilities and positive work attitudes of all people working at all levels in the business undertaking. So ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ human resources development എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we are actually increasing the knowledge of a person's capabilities and positive work attitudes. വളരെ ഇമ്പോർട്ടൻ്റ് ആ പോസിറ്റീവ് വർക്ക് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള, കാരണം നെഗറ്റീവ് തോട്ട്സ് വരുന്നേ ഇല്ല. ഓക്കെ, സോ ഓൾവേസ് വി ഗോൺ കുറച്ച് മോട്ടിവേഷൻസ് ആയിട്ട് കുറച്ച് പോസിറ്റീവ് തോട്ട്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിൽ. നോളജും കാപ്പബിലിറ്റി മാത്രമല്ല, കൂടെ തന്നെ പോസിറ്റീവ് തോട്ട്സ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് നെഗറ്റീവ് തോട്ട്സ് അവർക്ക് വരില്ല. ഈ പറഞ്ഞ വർക്കില് അവർ ആ നെഗറ്റിവിറ്റി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്. സോ നോളജും കാപ്പബിലിറ്റിയുടെ കൂടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് കൂടി ഓർഗനൈസേഷന്റെ ആൾക്കാർക്ക് ഉണ്ടാക്കിയാച്ചാൽ ഇറ്റ് വിൽ ബി വെരി വെരി ഗുഡ് ഫോർ ദ ഓർഗനൈസേഷൻസ്. അടുത്തത്, ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് സം ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് HRD. Okay, so first we are going to understand about the importance of HRD for the organizations. ഇത് ഓർഗനൈസേഷനെ എങ്ങനെ ഗുണം ചെയ്യാം? It will boost the performance and productivity. So ഒരു വെൽ ട്രെയിൻ ആയിട്ട് ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് ഒരു എംപ്ലോയീസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അത് ഇൻക്രീസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു പെർഫോമൻസ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഒരു പ്രൊഡക്ഷൻ സെന്ററിൽ ഒരു എംപ്ലോയീസിനെ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുത്തു. സോ തീർച്ചയായിട്ടും ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ വിൽ ബി വെരി വെരി വെൽ അവെയർ അബൌട്ട് എങ്ങനെയാണ് വിത്തൗട്ട് വേസ്റ്റേജ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്. സോ ഇഫ് യു ആർ ഗിവിംഗ് ഹിം ട്രെയിനിങ്, ഹി ക്യാൻ ഏബിൾ ടു ഗീവ് ഹിസ് ബെസ്റ്റ് പെർഫോമൻസ് ആൻഡ് ബെസ്റ്റ് പ്രൊഡക്ടിവിറ്റി. അടുത്തത്, എൻഹാൻസിങ് ഇന്നോവേഷൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഓക്കെ, സോ ഈ ഒരു HRD രീതിയിലെ മെക്കാനിസംസിൽ ഇഫ് ഐ ഹാവ് ഗിവിംഗ് എ good training to the employees and if I try to identify അവരുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എംപ്ലോയീസിന്റെ അത് ഒരു ഇന്നോവേറ്റീവ് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാനും സാധിക്കും. ഈ പറഞ്ഞ HRDയിൽ നല്ല രീതിയിൽ ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എംപ്ലോയീസിന് ഒരു പുതിയ ക്രിയേറ്റിവിറ്റി അവരുടെ വർക്കിൽ അത് കൊണ്ടുവരാൻ സാധിക്കും. പുതിയ കാര്യങ്ങൾക്ക് അവർക്ക് തന്നെ ചിന്തിക്കാൻ കഴിയും വിത്തൗട്ട് ഫ്രോം അവർക്ക് ഓക്കെ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവും. So they can come with a new ideas. അവർക്ക് ഒരു പുതിയ ഐഡിയ കൊണ്ടുവരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. Attracts and retain top talents. So organization ഇത്തരത്തിലുള്ള പുതിയ ന്യൂ ഐഡിയാസ് എംപ്ലോയീസ് ഒക്കെ ന്യൂ ഐഡിയാസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സോ ഓർഗനൈസേഷനിൽ ഗ്രോ ആവും. സോ ഓർഗനൈസേഷൻ എന്താ ചെയ്യുക, ഈ ടോപ്പ് പീപ്പിൾസിന് ദേ ക്യാൻ ഏബിൾ ടു ഐഡന്റിഫൈ ആരൊക്കെയാണ് ബെസ്റ്റ് എംപ്ലോയി. ഏത് എംപ്ലോയിനെ നമ്മൾ റീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓർഗനൈസേഷനിൽ റീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷൻ വിൽ ഗ്രോ. ഓക്കെ, സോ ആ ഒരു ടോപ്പ് ടാലന്റ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ HRD. ഓക്കെ, സോ HRD ഉപയോഗിച്ചിട്ട് ഓർഗനൈസേഷൻ നമ്മൾ ബെസ്റ്റ് ടാലന്റ് ഓഫ് ബെസ്റ്റ് മൈൻഡ്സ്, വി ക്യാൻ സേ ദാറ്റ് ബെസ്റ്റ് മൈൻഡ് പീപ്പിൾ വി ക്യാൻ ഏബിൾ ടു റീറ്റെയിൻ ദം ഇൻ ദ ഓർഗനൈസേഷൻസ്. പിന്നെ ഓർഗനൈസേഷണൽ കൾച്ചറുമായിട്ട് അവർക്ക് നല്ല രീതിയിൽ ഒരു കൊളാബറേറ്റ് ചെയ്ത് നല്ലൊരു ടീം വർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അടുത്തത്, പുതിയ ചേഞ്ചസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എംപ്ലോയീസിനെയും ആ ഒരു ചേഞ്ചസിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എംപ്ലോയീസിന് ഗുണമുണ്ട്, അതേപോലെ ഓർഗനൈസേഷനിൽ അത് ഗുണം ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഫോർ ദ എംപ്ലോയീസ്. ഓക്കെ, സോ എംപ്ലോയീസിന് എങ്ങനെ അത് ഗുണം ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് സാറ്റിസ്ഫാക്ഷൻസ്. സോ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബൂസ്റ്റപ്പ് ആ ഒരു എംപ്ലോയീസിനെ നല്ല ബൂസ്റ്റപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അവരുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അവർ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്കൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. പിന്നെ അവരുടെ സ്കിൽസും കരിയർ അഡ്വാൻസ് ഉണ്ടാവും. അവർക്ക് ഉള്ള സ്കിൽസ് ഉണ്ടായിരുന്നു, ആ സ്കിൽസ് ഇംപ്രൂവ് ചെയ്തിട്ട് നല്ലൊരു കരിയർ അവർക്ക് കിട്ടാമോ. മേ ബി പ്രൊമോഷൻസ് ആവാം, മേ ബി സാലറി വൈസ് ഇൻക്രിമെന്റ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ അത് അവരുടെ സ്കിൽസും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്ത് അവരുടെ കരിയർ പ്രൊമോഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എംപ്ലോയീസ് വിൽ ബി സാറ്റിസ്ഫൈഡ്. ഓക്കെ, സോ അവരുടെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ട്രെയിനിങ്സ് ഒക്കെ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ സ്കിൽസും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ആവും.
അടുത്തത് പ്രൊമോട്ട്സ് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. സോ ഒബ്വിയസ്ലി അവരുടെ ഈ നേരത്തെ പറഞ്ഞ HR ത്രൂ അവരുടെ ഈ പറഞ്ഞ പ്രൊഫഷണൽ രീതിയിൽ മാത്രമല്ല അവരുടെ ബിഹേവിയറിൽ കൂടി ചേഞ്ചസ് വരും. ഓക്കെ, ഇപ്പോ ഞാൻ ഒരു എംപ്ലോയീസിനെ എങ്ങനെയാണ് കസ്റ്റമറായിട്ട് ബിഹേവ് ചെയ്യുന്നതിനെ കുറിച്ച് ട്രെയിനിങ് കൊടുത്തു വിചാരിക്കുക. സോ ഓട്ടോമാറ്റിക്കലി അത് അവരുടെ ബിഹേവിയറിലും അത് ചേഞ്ചസ് വരും. ദേ ക്യാൻ ഷോ ഇൻ ദാറ്റ് ബിഹേവിയർ ആൾസോ. ഓക്കെ, പിന്നെ ഇതെല്ലാം ഉപരി ദേ ക്യാൻ ബിൽഡ് എ കോൺഫിഡൻസ് ആൻഡ് സെൽഫ് എക്സ്റ്റീം. ഒരു കോൺഫിഡൻസ് വരും, എംപ്ലോയീസിന് ഒരു കോൺഫിഡൻസ് വരും. യെസ്, ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഏത് ബുദ്ധിമുട്ട് സാഹചര്യത്തിൽ എംപ്ലോയീസ് പതറില്ല. ദേ വിൽ ടേക്ക് ദ റിസ്ക് ആൻഡ് ദേ വിൽ ഡു ദ തിങ്സ് വിത്ത് എ ഫുൾ കോൺഫിഡൻസ്. ബിക്കോസ് അവരുടെ കയ്യിൽ സ്കിൽസ് ഉണ്ട്. ദേ ക്യാൻ ഡു, ദേ ഹാവ് ദ ബിലീവ് ദാറ്റ് യെസ് വി ക്യാൻ ഡു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺഫിഡൻസ് അവരുടെ കയ്യിലുണ്ടാവും when we giving a right training to them and when we try to mold them. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവല്യൂവേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് ആണ്. എങ്ങനെയാണ് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റ് വന്നത്. ഓക്കെ, സോ ഒരു ഏർലി പ്രീ 1920s പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ മാനേജ്മെന്റ് ആയിട്ടാണ് ഇത് പറയാം. ഓക്കെ, സോ ഇവിടെ നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ എംപ്ലോയീസിന്റെ റെക്കോർഡ് മെയിൻ്റെനൻസ് മാത്രമേ ഉള്ളൂ. കൂടുതൽ അധികം കാര്യങ്ങളൊന്നും ഇല്ല ഈ എംപ്ലോയീസ് നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അവരുടെ സ്കിൽസും എന്താണ്, ജസ്റ്റ് അവരുടെ ഡേറ്റകൾ മാനേജ് ചെയ്യാന്നല്ലാണ്ട് കൂടുതൽ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. വി ആർ നോട്ട് ഗിവിംഗ് മച്ച് ഇമ്പോർട്ടൻസ് ടു ദ എംപ്ലോയീസ്. പിന്നെ ഈ പേറോളൊക്കെ മാനുവലി ആണ്, പഞ്ച് കാർഡ്സ്, അതേപോലെയുള്ള ഹൈറാർക്കൽ സ്ട്രക്ചർ, അതായത് ടോപ്പ് ടു ബോട്ടം വരെയുള്ള ഹൈറാർക്കൽ സ്ട്രക്ചേഴ്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ പ്രീ 1920s അത്ര ഉണ്ടായിരുന്നു HR എന്ന് പറഞ്ഞാൽ. പിന്നീടാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് വന്നത്. അത് പറഞ്ഞാൽ ഒരു 1920 to 1950 വരെയുള്ള ഇവിടെയാണ് ഒരുപാട് ഇൻഡസ്ട്രികളൊക്കെ വരാൻ തുടങ്ങിയത്. ഓക്കെ, സോ ഇൻഡസ്ട്രികളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ച, ഒരുപാട് എംപ്ലോയീസിനെ കമ്പനി മാനേജ് ചെയ്യാനുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ വാട്ട് ദേ ഹാവ് ഡൺ ദാറ്റ് ദേ ഹാവ് കെയിം വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് യൂണിയൻസ്. ഓക്കെ, അപ്പൊ യൂണിയനുകളാണ് അവരുടെ പ്രശ്നങ്ങളൊക്കെ ഗ്രീവൻസ് ഒക്കെ ഈ പറഞ്ഞ വർക്ക് പ്ലേസ് സേഫ്റ്റി. കാരണം പല ഓർഗനൈസേഷനിലും വർക്ക് പ്ലേസ് സേഫ്റ്റി ഇല്ല. മേ ബി വലിയ മെഷീനറി ചിലപ്പോൾ ആക്സിഡന്റ് ആവാം. സോ യൂണിയൻകാർ അതിലുള്ള ഇടപെടാൻ തുടങ്ങി. അവർക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങി. സോ അങ്ങനെ അത്തരത്തിലുള്ള ഒരു HR മെക്കാനിസം ആണ് ഈ ഒരു പീരീഡിൽ ഉണ്ടായത്. അടുത്തൊരു പീരീഡ് എന്ന് പറഞ്ഞാൽ 1950 മുതൽ 1970 വരെയാണ്. ഇവിടെ നമ്മുടെ എംപ്ലോയീസിന് മോട്ടിവേഷൻസ്, കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ കുറച്ചും കൂടി ഒരു നല്ല രീതിയിലാക്കാൻ തുടങ്ങി. ജോബ് സാറ്റിസ്ഫാക്ഷനെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഇവിടെയാണ് മാസ്ലോസിന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയാൻ തുടങ്ങിയത്. ഓക്കെ, സോ എങ്ങനെയാണ് നീഡ്സ് മനസ്സിലാക്കുക, എംപ്ലോയീസിന്റെ നീഡ്സ് എപ്പോഴാണ് അവർ സാറ്റിസ്ഫൈ ആവുക, ജോബ് സാറ്റിസ്ഫാക്ഷൻ എപ്പോഴാവുക, പിന്നെ ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ കൺസെപ്റ്റ് ആണ് ഈ ഒരു ഏരിയയിൽ വന്നത്, ഈ ഒരു ടൈം പീരീഡിലാണ് വന്നത്. സോ ഈ ഒരു ടൈം പീരീഡിലാണ് ഫോക്കസ് ചെയ്തത് എംപ്ലോയീസിന്റെ മോട്ടിവേഷൻസിന്. എങ്ങനെയാണ് എംപ്ലോയീസ് മോട്ടിവേറ്റ് ചെയ്യുക ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടാക്കിയത് ഓർഗനൈസേഷൻ, സോ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കും. കാരണം കമ്മ്യൂണിക്കേഷൻ എവിടെയും മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ ജോബ് പ്രോപ്പർ ആയിട്ട് നടക്കില്ല. സോ കമ്മ്യൂണിക്കേഷൻസ് കുറച്ചും കൂടി നല്ലൊരു ഫാസ്റ്റ് രീതിയിലാക്കി, സോ ദാറ്റ് ദേ കൻ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദർ എംപ്ലോയീസ് ഇൻ അപ്രോപ്രിയേറ്റ് മാനർ. പിന്നെ മാസ്ലോസിന് ഹൈറാർക്കി നീഡ്സ്, സോ എംപ്ലോയീസിന്റെ നീഡ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അത് അപ്രോപ്രിയേറ്റ് അത് അഡ്രസ് ചെയ്യുക. സോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് 1950 മുതൽ 1970 വരെ നടന്നത്. അടുത്തത് സ്ട്രാറ്റജിക് HRA ആണ്. സോ ഇവിടെ നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ആണ് പേര് കൊടുത്തിരിക്കുന്നത്. ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എംപ്ലോയീസിന് ഒരു അസറ്റ് ആക്കിയിട്ടാണ് they have considered as asset. കാരണം എന്ന് വെച്ചാൽ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇവിടെയാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. അക്കൗണ്ടബിലിറ്റി പറഞ്ഞാൽ ഓരോ എംപ്ലോയീസിന്റെ ഒരു ജോബ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. സോ ആ ഒരു ജോബ് റെസ്പോൺസിബിലിറ്റി അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ. ഇപ്പൊ ഞാനൊരു സെയിൽസ് പേഴ്സണെ അപ്പോയിന്റ് ചെയ്തെന്ന് വിചാരിച്ചോ. സോ ആ സെയിൽസ് പേഴ്സൺ നല്ല രീതിയിലാണ് പെർഫോം ചെയ്യണത്, അയാൾക്ക് കൊടുത്ത ജോലികൾ അയാൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജിക് HRA എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് വന്നത്. അത് 1980 മുതൽ ടിൽ പ്രസന്റ് വി ആർ ഫോളോയിങ് ദാറ്റ് വൺ. ഓക്കെ, പല രീതിയിൽ സ്ട്രാറ്റജിക് വർക്ക് ഫ്ലോസ് പ്ലാനിങ് ചെയ്യണം, എങ്ങനെയാണ് നമ്മുടെ എംപ്ലോയീസ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്, HR അനാലിറ്റിക്സ്, ഡേറ്റ ഡ്രിവൺ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് എംപ്ലോയീസിന്റെ സ്കിൽസ് എന്താണ്, അത് എവിടെ യൂസ് ചെയ്യണം,
എങ്ങനെയാണ് ഓർഗനൈസേഷൻ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യുക HRD ഉപയോഗിച്ചിട്ട്, all those things will comes in this particular time period. അഞ്ചാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഓഫ് HRD ആണ്. ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ HR മാനേജ് ചെയ്യുക. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വെർച്വൽ റിയാലിറ്റി, ഇപ്പൊ US ഒരു ട്രെയിനർ ഉണ്ട്, he can train the employees in sitting in India. ഇന്ത്യയിലെ ഒരു എംപ്ലോയീസിന് വേണ്ടി വെർച്വൽ റിയാലിറ്റി വെച്ചിട്ട് we can able to train. സോ അങ്ങനെയുള്ള ഫ്യൂച്ചർ ഒരു ടെക്നോളജി ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടായ ചില മാറ്റങ്ങൾ, സോ അത് ഉപയോഗിച്ചിട്ട് ഹൗ ക്യാൻ ഏബിൾ ടു ഇംപ്ലിമെന്റിംഗ് HRD, അതാണ് that is in the fifth stage. Okay, now let's understand what are the various mechanism we can able to implement in HRD. Okay, so first training and development ആണ്. സോ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഫോർമൽ ട്രെയിനിങ് ആണ്. ഫോർമൽ ട്രെയിനിങ് പറഞ്ഞാൽ ഓൺ ജോബ് ട്രെയിനിങ്സ്, ക്ലാസ് റൂം സെഷൻസ്, വർക്ക്ഷോപ്സ്, e-learning, പിന്നെ കോൺഫറൻസസ്, സ്കിൽ ഗ്യാപ്പ് അനാലിസിസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വി ക്യാൻ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ആൻഡ് പിന്നുള്ള ഇൻഫോർമൽ ലേണിംഗ് ആണ്, ഒരു മെന്ററിങ് ഉണ്ടാവും. പിന്നെ ജോബ് ഷാഡോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഒരാളെ ഏൽപ്പിക്കുകയാണ്. സോ ആ ആള് മനസ്സിലാക്കുക എങ്ങനെയാണ് ഇദ്ദേഹം പെർഫോം. പക്ഷെ ഈ പറഞ്ഞ എംപ്ലോയീസ് അറിയില്ല ഈ വേറൊരു സൂപ്പർവൈസർ ഇദ്ദേഹത്തിന്റെ ഒബ്സർവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ they will not know, അവർക്കറിയാം, എംപ്ലോയീസിന് അറിയില്ല, ബട്ട് they can able to understand. പീർ കോച്ചിങ്, ഇപ്പോ വേറൊരു എംപ്ലോയീസ് അവർ തമ്മിലുള്ള ഒരേ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരെ ആയിരിക്കും, അവർ തമ്മിലുള്ള സംസാരിച്ചിട്ട് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണ്ടേ. സോ പീർ കോച്ചിങ്, നോളജ് ഷെയറിങ്. ഇപ്പൊ എനിക്ക് ഒരു നോളജ് ഉണ്ട്, ഒരു ടെക്നോളജി പറ്റി നോളജ് ഉണ്ടെങ്കിൽ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കുക. സോ ഓൾ ദോസ് തിങ്സ് ഇസ് ഇൻഫോർമൽ ലേണിംഗ്സ്. ഓക്കെ, പിന്നെ പെർഫോമൻസ് മാനേജ്മെന്റ്. ഈ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ understanding their how the employees are actually performing in this particular in their work. Okay, so അതിനെ ഒരുപാട് മെക്കാനിസം ഉണ്ട്, ലൈക്ക് 360 ഡിഗ്രി ഫീഡ്ബാക്ക് മെക്കാനിസം. റെഗുലർ ആയിട്ട് ഒരു പർട്ടിക്കുലർ എംപ്ലോയി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, സോ അതിനെ ഫീഡ്ബാക്സ് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആവാം, അവരുടെ മാനേജേഴ്സ് ആവാം, അല്ലെങ്കിൽ അവിടെ താഴെയുള്ള എംപ്ലോയീസ് ആവാം, അവരുടെ അടുത്ത് ഈ ഫീഡ്ബാക്ക് കളക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ വീക്ക് പോയിന്റ്സ് എന്തൊക്കെയാണ്, അവരുടെ സ്ട്രെങ്ത് എന്താണ്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു പ്രോപ്പർ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അവരെ വീക്ക്നെസ്സസ് ഉണ്ടെങ്കിൽ ആ വീക്ക്നെസ്സസ് മാറ്റാനുള്ള വഴികൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഏത് ഏരിയയിലെ അവർ സ്ട്രെങ്ത് കൂടുതൽ, ആ ഒരു ഏരിയ കുറച്ചും കൂടി സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയുള്ള ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കാൻ വേണ്ട ഈ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിസം. അടുത്ത മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് ആണ്. അവിടെ കുറച്ചും കൂടി നമ്മള് ടെക്നിക്കൽ അല്ലാണ്ട് തന്നെ ലൈക്ക് ടീം ബിൽഡിംഗ്, കമ്മ്യൂണിക്കേഷൻ, ചേഞ്ച് മാനേജ്മെന്റ്. ഓക്കെ, ടീം ബിൽഡിംഗ് കാരണം ഒരാള് മാത്രം ഓർഗനൈസേഷൻ സക്സസ് അല്ല, ഒരു ടീം കൂടുമ്പോഴാണ് അത് സക്സസ് ആയിട്ട് പോണത്. സോ ഒരു ടീം എങ്ങനെ ബിൽഡ് ചെയ്യുക, കാരണം ഒരു ടീമിൽ എങ്ങനെ വർക്ക് ചെയ്യുക, അതിനെ പറ്റിയാണ് ടീം ബിൽഡിംഗ് എക്സസൈസ് കൊടുക്കുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻസ്, പ്രോപ്പർ ആയിട്ട് അവർ കമ്മ്യൂണിക്കേഷൻസ്, കാരണം കോൺഫ്ലിക്ട്സ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഒരു എംപ്ലോയി ഒരു കാര്യം പറഞ്ഞാൽ മറ്റേ എംപ്ലോയി വേറൊരു കാര്യം പറയും, സോ ദർസ് ഡിസ്അഗ്രിമെന്റ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. സോ ആ കോൺഫ്ലിക്ട്സ് ഒക്കെ എങ്ങനെയാണ് കുറയ്ക്കുക, സോ അതിനു വേണ്ടിയുള്ള എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക. സോ വി ആർ ഗിവിംഗ് എ ട്രെയിനിങ് ടു ദം. ചേഞ്ച് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് മാനേജ്മെന്റ് പെട്ടെന്ന് ഒരു പ്രോസസ് ആയിരുന്നു, അത് ഞാൻ ആ പ്രോസസ് ബ്രേക്ക് ചെയ്തു, അല്ലെങ്കിൽ ആ പ്രോസസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എംപ്ലോയീസ് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ആ ഒരു പ്രോസസ്സിൽ ചേഞ്ച് മാനേജ്മെന്റ് ഞാൻ എങ്ങനെയാണ് നല്ല രീതിയിൽ അത് എംപ്ലോയീസും കൂടി അത് അക്സെപ്റ്റ് ആവണം. ആ പർട്ടിക്കുലർ പ്രോസസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ എംപ്ലോയീസും കൂടി ആ ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യണം. സോ എങ്ങനെയാണ് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, സോ ഓൾ ദോസ് തിങ്സ് അത് സ്ലോ ബൈ സ്ലോ പ്രോസസ്സിലാണ് അല്ലെങ്കിൽ ട്രെയിനിങ് മെത്തേഡ്സിലാണ് ആ ചേഞ്ചസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. അടുത്ത നോളജ് മാനേജ്മെന്റ് ആണ്. നോളജ് മാനേജ്മെന്റ് പറഞ്ഞാൽ മേ ബി ചില സോഷ്യൽ മീഡിയ ചാനൽസ് വഴി അല്ലെങ്കിൽ മേ ബി സം നോളജ് ഷെയറിംഗ് സെഷൻസ് ചെയ്തിട്ട് we can able to enhance the knowledge of the employees. Okay, maybe a seminar, conference, discussions, group discussions, or any kind of senior ആയിട്ടുള്ള എംപ്ലോയീസ് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് സോൾവ് ആക്കുക,
അല്ലെങ്കിൽ ജോബിലെ ടെക്നിക്കൽ ആയിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം. ഒരു സീനിയർ ആയിട്ട് ഒരു എംപ്ലോയീസ് അത് വന്ന് പുതിയ ജോയിനിങ്സിൽ അത് അവർ ഷെയർ ചെയ്യിപ്പിക്കുക. ഒരു മേ ബി ഈ പുതിയ വന്ന എംപ്ലോയീസ് ചിലപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ ജസ്റ്റ് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടാവും. അവർക്ക് ഈ കോർപ്പറേറ്റ് ആയിട്ട് യാതൊരു കണക്ടിവിറ്റി ഇല്ല. സോ കോർപ്പറേറ്റ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് അത് കണക്ട് ചെയ്യിപ്പിക്കുക, എങ്ങനെയാണ് തിയോറിറ്റിക്കൽ നോളജ് എങ്ങനെയാണ് പ്രാക്ടിക്കലിലേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യുക. സോ അതിനെ പറ്റിയുള്ള നല്ല സീനിയർ ആയിട്ട് ഒരു എംപ്ലോയീസ് അവരെ കൊണ്ട് നോളജ് ഷെയറിംഗ് സെഷൻസ് എടുക്കുക. അത്തരത്തിലുള്ള ഒരു നോളജ് മാനേജ്മെന്റ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. അടുത്തത് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്സ് ആണ്. സോ ഈ ഒരു എംപ്ലോയീസ് നമ്മൾ HR ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതായത് പേഴ്സണലും അവരുടെ പ്രൊഫഷണലും അത് ഗുണം ചെയ്യും. ഓക്കെ, സോ പ്രൊഫഷണൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു വെയിറ്ററിന് ഒരു ഹോട്ടൽ റെസ്റ്റോറന്റിൽ നമ്മൾ വെയിറ്ററിന് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചു. എങ്ങനെയാണ് ഒരു എംപ്ലോയീസ് ആയിട്ട് നമ്മൾ എംപ്ലോയീസ് എങ്ങനെയാണ് നമ്മുടെ ഒരു കസ്റ്റമറിനായിട്ട് നമ്മൾ ഡീൽ ചെയ്യുക. സോ ഒബ്വിയസ്ലി അവർക്ക് ആ ട്രെയിനിങ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് അവരുടെ ബിഹേവിയറിനും കൂടെ അത് ചേഞ്ച് ചെയ്യും. സോ പ്രൊഫഷണലും ആസ് വെൽ പേഴ്സണൽ ഡെവലപ്മെന്റ് അവിടെ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഒരു ഉദാഹരണത്തിൽ ഇപ്പൊ എയർ ഹോസ്റ്റേഴ്സ്, ഇപ്പൊ എയർ ഹോസ്റ്റേഴ്സിന് they need to dress very neatly, groom very neatly, ഒരു പ്രോപ്പർ ആയിട്ട് എപ്പോഴും ഉണ്ടാവണം. സോ ഓട്ടോമാറ്റിക്കലി അത് അവരുടെ ബിഹേവിയറിലും അത് വരും. ഓക്കെ, പ്രൊഫഷണൽ മാത്രമല്ല അവരുടെ ബിഹേവിയറിലും എനിക്ക് നന്നായിട്ട് നിൽക്കണം, ഐ നീഡ് ടു ബി ലുക്ക് വെരി ഗുഡ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. സോ ആ ഒരു ചിന്ത അവരുടെ മനസ്സിലെല്ലാം ഉണ്ടാവും. സോ പ്രൊഫഷണൽ മാത്രമല്ല ഈവൻ പേഴ്സണൽ ഡെവലപ്മെന്റ്സ് അവിടെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത് what are the issues and challenges that we can face in the HRD is that aligning HRD with business school. പല പ്രാവശ്യം എന്താ സംഭവിക്കണം വെച്ചാൽ ഈ HR കൊടുത്ത HRDയും അതേപോലെ നമ്മുടെ ഓർഗനൈസേഷൻ ഗോൾസും തമ്മിലുള്ള മാച്ച് ആവില്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ എനിക്ക് 30% സെയിൽസ് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, സോ ഞാൻ എന്റെ സെയിൽസ് പേഴ്സണെ ട്രെയിൻ ചെയ്യിപ്പിച്ചു, പക്ഷെ മേ ബി ഫോർ സം റീസൺസ് ആ ഒരു ട്രെയിനിങ് maybe it was not went properly for some reason maybe, and that is the reason, or കൊടുത്ത ട്രെയിനിങ് മാറിപ്പോയിട്ടുണ്ടാവും. ഞാൻ കൊടുത്തത് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ ഈ പറഞ്ഞ ട്രെയിനിങ് ആയിപ്പോയത് മേ ബി ഫോർ സം അതർ തിങ്സ്. ഓക്കെ, സോ അയാൾക്ക് കിട്ടിയ ട്രെയിനിങ്ങും എനിക്ക് വേണ്ട ഒബ്ജക്റ്റീവ് രണ്ട് ഡിഫറെന്റ് ആയിരുന്നു. സോ വാട്ട് വി നീഡ് ടു ഡു ഇസ് ദാറ്റ് എനിക്ക് എന്താണ് ബിസിനസ് ഗോൾസ്, ആ ഗോൾ അനുസരിച്ചിട്ട് വേണം ട്രെയിനിങ് കൊടുക്കാം. ട്രെയിനിങ് അല്ല HRD ഇംപ്ലിമെന്റ് ചെയ്യാം. അടുത്തത് ഐഡന്റിഫൈങ് ദ മീറ്റിംഗ് സ്കിൽസ് നീഡഡ്. സോ ഏതൊക്കെ സ്കിൽസ് ആണ് ആക്ച്വലി വേണ്ടത്. പിന്നെ എല്ലാ സ്കിൽസും ആവശ്യം വരില്ല. നമ്മുടെ നേരത്തെ പറഞ്ഞ ഓർഗനൈസേഷൻ ഗോൾസ് ആണ്. സോ ഓർഗനൈസേഷൻ ഗോൾസ് ഫോക്കസ് ചെയ്തിട്ട് എംപ്ലോയീസിന് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്, അവർക്ക് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്, വി നീഡ് ഇപ്പൊ അവർക്ക് നിലവിൽ കറന്റ്ലി വാട്ട് ആർ ദ സ്കിൽസ് ദാറ്റ് ദേ ആർ ഹാവിംഗ്, വാട്ട് ആർ ദ സ്കിൽസ് ദാറ്റ് ദേ ആർ നീഡഡ് ടു ഇംപ്രൂവ്, അതിന് ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്യുക, എന്നിട്ട് അതിനു വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ, അടുത്തത് എൻഗേജിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദ എംപ്ലോയീസ്. കാരണം പല കാരണം കൊണ്ടും എംപ്ലോയീസ് സ്കിൽസ് ഉണ്ടാവാം, എംപ്ലോയീസിലെ സ്കിൽസ് ഉണ്ടാവും, പക്ഷെ ദേ ആർ നോട്ട് മോട്ടിവേറ്റ് ടു വർക്ക്. ഓക്കെ, ഒരു മോട്ടിവേഷൻ മേ ബി ഫോർ സം റീസൺ, മേ ബി സാലറി വാസ് നോട്ട് അപ്രോപ്രിയറ്റ്ലി, ഓർ മേ ബി വർക്കിംഗ് കണ്ടീഷൻസ് പ്രോപ്പർ ആയിരിക്കില്ല, ഫോർ എനി റീസൺസ്. സോ എന്തുകൊണ്ടാണ് എംപ്ലോയീസ് ആർ നോട്ട് മോട്ടിവേറ്റഡ്? അവരുടെ കയ്യിൽ സ്കിൽസ് ഉണ്ടാവാം, അവരുടെ കയ്യിൽ സാലറി ഉണ്ട്, മേ ബി ഫോർ വാട്ട് റീസൺസ്, മേ ബി വർക്കിംഗ് കണ്ടീഷൻസ് ആവാം, മേ ബി സേഫ്റ്റി ആവാം, whatever it is. So എന്ത് കാരണം കൊണ്ടാണ് എംപ്ലോയീസ് മോട്ടിവേറ്റ് ആവാത്തത്? We need to identify that one. അടുത്തത് മെഷറിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ദ HRD എഫക്റ്റീവ്നെസ്. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മുടെ എഫക്റ്റീവ്നെസ് ആക്കുക, റിസൾട്ട് ഓറിയന്റഡ് ആക്കുക. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, അതായത് ഒരു സെയിൽസ് 30% ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടാണ് സെയിൽസ് മീൻസ് എന്ത് മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ്, എന്ത് HRD മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് ഞാൻ സെയിൽസ് ഇൻക്രീസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ കണ്ടു എന്റെ സെയിൽസ്മെന് ട്രെയിനിങ് കൊടുക്കണം. ഓക്കെ, സോ ഈ ട്രെയിനിങ് കൊടുത്തത് കറക്റ്റ് തന്നെയാണോ, മീൻസ് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ തന്നെ അല്ലേ ഈ ട്രെയിനിങ് കൊടുത്തത്? വി നീഡ് ടു ഇവാലുവേറ്റ് ദാറ്റ് വൺ. ഓക്കെ, അത് പ്രോപ്പർലി തന്നെയാണോ, അത് അതിലെ എടുത്ത കണ്ടന്റ്സ് whether sales increase തന്നെയാണോ or something else, we need to evaluate that one. And access and equity in HRD opportunity, we need to unequal access to HRD based on a factor like
seniority, location or gender. കാരണം ഇത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. ഇപ്പോ ജെൻഡർ വൈസ് പറയുമ്പോൾ മേ ബി ഫോർ വുമൻസ് ഡിസിഷൻ, ഇപ്പൊ ഞാൻ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഒരു ട്രെയിനിങ് കൊടുക്കാന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഡിസിഷൻ മേക്കിംഗ് മേ ബി ജെൻഡർ വൈസ് നോക്കി കഴിഞ്ഞാൽ, ജസ്റ്റ് എക്സാമ്പിൾ മാത്രം പറയുള്ളൂ, നോക്കി കഴിഞ്ഞാൽ മേ ബി ഫീമെയിൽ ലേഡീസ് കുറച്ചും കൂടി ഡിസിഷൻ മേക്കിംഗിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനുള്ള നല്ലൊരു capability ഉണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ദ gents are not that much of perfect in decision making. So we need to identify based on that, maybe gender wise, maybe some ചില ആൾക്ക് ഡിസേബിലിറ്റി ഉണ്ടാവും, ചില മേ ബി ലേണിംഗ് ഡിസേബിലിറ്റി ഉണ്ടാവാം. സോ അവർക്ക് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഉള്ള ഒരു കോഴ്സസ് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യണം. കാരണം എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ചില സീനിയർ പേഴ്സൺസ് ആവാം, ദേ ആർ വെരി മച്ച് സീനിയേഴ്സ്. സോ അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്സ് വിൽ ബി സംതിങ് ഡിഫറെന്റ്. ജൂനിയേഴ്സിന് കൊടുക്കുന്ന ട്രെയിനിങ്സ് വിൽ ബി സംതിങ് ഡിഫറെന്റ്. So we need to understand that there are different category of people who are involved in the different kind of training. So അവരെ പല രീതിയില് different ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്ത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി HRD നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. അടുത്ത മാനേജിങ് ചേഞ്ച് ആൻഡ് അൺസർട്ടനിറ്റി. പല ടൈമില് ഇത് ഓപ്പറേഷൻസ്, ഓർഗനൈസേഷന്റെ ഓപ്പറേഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യണം. കാരണം അത് പ്രൊഡക്ഷന്റെ പ്രോസസ് ആവാം, അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ റിക്രൂട്ട്മെന്റ് പോളിസീസ് ആവാം, അല്ലെങ്കിൽ ലീവ് പോളിസീസ് ആവാം. അത് we need to change by day or maybe in every 2 months or maybe every 6 months അത് ചേഞ്ചസ് ഉണ്ടാവും. സോ ആ ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ എംപ്ലോയീസും കൂടി ആ ചേഞ്ചിൽ ഉൾപ്പെടണം. സോ അവരെ കൊണ്ട് ആ ഒരു ചേഞ്ചസിൽ they also should get involved in that changes. Otherwise അവരെന്ത് ചെയ്യും, ആ ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യില്ല. സോ ആ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ട് ഓപ്പർച്യൂണിറ്റി നമ്മൾ ഒരുക്കി കൊടുക്കണം. ഓക്കെ, അടുത്തത് എംബ്രാസിംഗ് ദ ടെക്നോളജീസ് ഇൻ HRD. ഇന്ന് ടെക്നോളജിയുടെ വേൾഡ് ആണ്. സോ HRD ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരുപാട് ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സോ മേ ബി ഒരു LMS ഉണ്ടാക്കി, ഒരു എംപ്ലോയീസിന് വേണ്ടി ഒരു LMS ഉണ്ടാക്കി കൊടുക്കുക, ഇറ്റ്സ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. സോ ആ ഒരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റംസ് മേ ബി ത്രൂ എ സോഫ്റ്റ്വെയർസ്, മേ ബി ത്രൂ വീഡിയോസ്, മേ ബി ത്രൂ ഓൺലൈൻ മെറ്റീരിയൽസ്. സോ അത് ഉപയോഗിച്ചിട്ട് വി ക്യാൻ ഏബിൾ ടു ഗീവ് ദ ട്രെയിനിങ്സ് ടു ദ എംപ്ലോയീസ്. അടുത്തത് റോൾ ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഇൻ HRD. സോ ഈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് റോൾ എന്ന് പറഞ്ഞാൽ they need to create a strategic visions. They are considered as a leaderships. കാരണം leadership എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are who is actually leading the organizations. So ഒരു ലോങ് ടേം ഗോൾ അവർക്ക് ഉണ്ടാക്കണം, ഒരു വിഷൻ ഉണ്ടാക്കണം. സോ എവിടെയാണ് എന്റെ ഓർഗനൈസേഷൻ അടുത്തൊരു 30 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 20 വർഷം കഴിഞ്ഞിട്ട് എന്റെ കമ്പനി എവിടെ എത്തണം. സോ അതിനു വേണ്ടി ഒരു വിഷൻ ഉണ്ടാവണം. ഓക്കെ, സോ അതിനു വേണ്ടി ഒരു നല്ലൊരു ലീഡറാണ് നമുക്ക് വേണ്ടത്. സോ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്താ ചെയ്യുന്നത്, അവർ ഒരു സ്ട്രാറ്റജിക് വിഷൻ ഉണ്ടാക്കണം, ഒരു ലോങ് ടേം വിഷൻസ് ഉണ്ടാക്കിയിട്ട് അത് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് ഈ പറഞ്ഞ ഓർഗനൈസേഷനിലെ എല്ലാ ആൾക്കാരും ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. മേ ബി മിഡിൽ ലെവൽ മാനേജേഴ്സ്, ലോവർ ലെവൽ മാനേജേഴ്സ്, അവരായിട്ട് ഇത് കംപ്ലീറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്താണ് എന്റെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 20 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ എന്റെ മൈ കമ്പനി ഷുഡ് ഗോ ടു ദ ഗ്ലോബൽ പ്ലാറ്റ്ഫോം. ഓക്കെ, ഇന്ന് എന്റെ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത് മേ ബി ചെറിയൊരു ഡിസ്ട്രിക്റ്റില്, ചെറിയൊരു സ്ഥലത്ത്, കേരളത്തിലെ ചെറിയൊരു സ്ഥലത്താണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ എന്റെ കമ്പനീന്റെ ബ്രാഞ്ചസ് ഓൾ ഓവർ വേൾഡ് ഉണ്ടാവണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മേ ബി ഇൻ ദ മിഡിൽ ഈസ്റ്റിൽ എന്റെ ഓഫീസ് ഉണ്ടാവണം, എന്റെ കോർപ്പറേറ്റ് ഓഫീസ് മീൻസ് എന്റെ ഓഫീസ് ഉണ്ടാവണം എന്ന ഒരു വിഷൻ ഉണ്ടെങ്കിൽ ആ വിഷൻ നമ്മൾ ഈ പറഞ്ഞ എല്ലാ എംപ്ലോയീസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എസ്പെഷ്യലി ടു ദ HR ഡിപ്പാർട്ട്മെന്റ്. ദെൻ ക്രിയേറ്റിംഗ് എ സപ്പോർട്ടീവ് കൾച്ചർ. കാരണം വിഷൻ ഉണ്ടാക്കി ഇതിനു വേണ്ടിയുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, പക്ഷെ അതിനു വേണ്ടിയുള്ള ആ ഒരു ലക്ഷ്യത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ഒരു സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോ അടുത്ത 10 വർഷത്തിനുള്ളിൽ എന്റെ ഓഫീസ് ഷുഡ് ബി ദർ ഇൻ ദ അബ്രോഡ് ഓർ മൈ കമ്പനി ഷുഡ് ബി ദർ ഇൻ ദ അബ്രോഡ്. സോ അങ്ങനെയാണെങ്കിൽ സോ അതിനു വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ
ഈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എംപ്ലോയീസിന് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്കിൽസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പ്രൊഡക്ടിവിറ്റി കൂട്ടാനും സെയിൽസ് കൂട്ടാനും അതിനു വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും മേ ബി ടെക്നോളജി ആയിക്കോട്ടെ ട്രെയിനിങ് ആയിക്കോട്ടെ അതിനു വേണ്ടിയുള്ള machinery ആയിക്കോട്ടെ whatever it is. So when the organization grow അപ്പോഴാണ് ഈ ഒരു വിഷൻ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ അടുത്തത് ഹോൾഡിംഗ് HR അക്കൗണ്ടബിൾ. ഹോൾഡിംഗ് HR അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ HR ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓരോ ഒബ്ജക്റ്റീവ് ഉണ്ട്. ഓക്കെ, ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മെട്രിക്സിലൊക്കെ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു എംപ്ലോയിനെ ഹയർ ചെയ്തു, ആ എംപ്ലോയിനെ ഹയർ ചെയ്യുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് പണിയെടുപ്പിക്കാന്ന് പറഞ്ഞത്. ഓക്കെ, പണിയെടുപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ എംപ്ലോയീസിനെ കൊടുക്കുന്ന സാലറി മേ ബി 30,000 അല്ലെങ്കിൽ 50,000 വാട്ട് എവർ ഇറ്റ് ഈസ്. സോ നൗ ദിസ് സാലറി അവരെ കൊണ്ട് ഈ പണിയെടുപ്പിച്ചിട്ട് whether I am able to achieve what objective that I want to achieve, so that I can able to make it successful. Okay, so HR ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എംപ്ലോയീസിന് കൊടുത്ത ജോലി അത് കറക്റ്റ് ആയിട്ട് പോകണ്ടോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. സോ ഹിയർ ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ. സോ ഇവിടെ നമ്മുടെ മീനിങ് ഓഫ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണ് ഫ്രോം ദിസ് ഈ ഒരു ടോപ്പിക്കിന് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുകയാണ്. എൻഡ് ടേം എക്സാമിനേഷൻ ഡിസംബർ 2022 20 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ മീനിങ് ഇവാലുവേഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് HRD എന്നാണ്. സോ യു നീഡ് ടു എക്സ്പ്ലെയിൻ അബൌട്ട് ദ മീനിങ്. ഇപ്പൊ നമ്മുടെ കുറെ ആൾക്കാരുടെ മീനിങ്സ് നമ്മൾ കണ്ടില്ലേ, പ്രൊഫസർ TB റാവ് അതേപോലെയുള്ള ആൾക്കാരുടെ എല്ലാം അവരെന്താണ് ഉദ്ദേശിച്ചത്. ഫസ്റ്റ് വി നീഡ് ടു എക്സ്പ്ലെയിൻ ദ HRD എന്താണ് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നിട്ട് ഓരോ ആൾക്കാർ ഈ HRDയുടെ ഡെഫിനേഷൻസ് എന്തൊക്കെയാണ് അത് അപ്രോപ്രിയേറ്റ് എഴുതുക. പിന്നെ അതിനുശേഷം വാല്യുവേഷൻ ഓഫ് ദ HRD ആണ്. നമ്മൾ 3 സ്റ്റേജസ് കണ്ടു. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്, അതേപോലെ കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. പിന്നെ ഇമ്പോർട്ടൻസ് എഴുതുക ഫോർ ദ ഓർഗനൈസേഷൻ ആൻഡ് ഫോർ ദ എംപ്ലോയീസ്. ഓക്കെ, എംപ്ലോയീസിലെ ഫോർ ദ ഓർഗനൈസേഷൻ മേ ബി ഒരു 3-4 പോയിന്റ്സ് എഴുതുക. ഫോർ ദ ഓർഗനൈസേഷൻ ഫോർ ദ ഓർഗനൈസേഷൻ ഒരു 3-4 പോയിന്റ്സ് എഴുതുക. പിന്നെ ഫോർ ദ എംപ്ലോയീസ് ഒരു 3-4 പോയിന്റ്സ് എഴുതുക. സോ അത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ യു ക്യാൻ ഏബിൾ ടു ഗെറ്റ് ദ 20 മാർക്സ്. ഓക്കെ, സോ താങ്ക് യു.